എന്തു പറ്റി? പണയം വെച്ച സ്വർണത്തിന്റെ ലേല നോട്ടീസാ. അത് മനസ്സിലായി. കത്തല്ലാതെ പോസ്റ്റ്മാന് ഇതും തരാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. കളിയാക്കണ്ട കേട്ടോ. ആകെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കമ്മല് ഇതിനകത്താ. കുട്ടിയുടെ അമ്മയ്ക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ. എപ്പോ നോക്കിയാലും ജോലിയായിട്ട് നടക്കുന്നതാണല്ലോ. പിന്നെ എന്താ പണയം അടുപ്പിച്ചാല്? അതിങ്ങടുത്തെ ഉടനെ എടുപ്പിച്ചു തരാന്ന് പറഞ്ഞ അന്ന് പണയം വെച്ചതാ. എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്നൊരു സ്വർണ്ണ, അതും കൂടി കൊണ്ടുപോയി അമ്മ നശിപ്പിച്ചില്ലേ. മോളെ, പെട്ടെന്ന് എടുത്തു തരാൻ പറ്റുമെന്ന് വിചാരിച്ചു തന്നെയാ ഞാനത് വെച്ചത്. പക്ഷെ കഴിയണ്ടേ? അമ്മയ്ക്കൊട്ട് കണ്ണിച്ചോരില്ലല്ലോ. എനിക്ക് എന്തെല്ലാം ഓഫർ തന്നിട്ടാ അന്ന് അമ്മ ദൂരി വാങ്ങിച്ചത്. ഇപ്പൊ ചുമ്മാ കൈ മലർത്തുന്നു. അതൊക്കെ ശരിയാണ്. അപ്പോ അന്ന് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ കമ്മല് ലേലത്തിന് മുന്നേ പണം എടുക്കാൻ പറ്റില്ല. 18-ാം തീയതിക്ക് മുമ്പെന്ന് പറയുമ്പോ ആകാശിന് ഞാൻ എവിടെ പോവാനാ മോളെ? എനിക്കൊന്നും അറിയണ്ട. അമ്മ എന്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ച കമ്മല് എനിക്ക് വേണം. അല്ല, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മോളെ? കാശൊന്നുമില്ല. ഈ സമയത്ത് എന്നെ കൊണ്ടൊന്നും നടക്കൂല. കിട്ടാനുള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇനി നടക്കുമെന്ന് തോന്നണില്ല. അമ്മ എനിക്ക് എടുത്ത് തന്നേ പറ്റൂ. തന്നില്ലെങ്കിൽ ഇനി വരുന്ന 4 ലക്ഷം ഞാൻ എഴുതില്ല. നോക്കണ്ട, എഴുതില്ല എന്ന് പറഞ്ഞ എഴുതില്ല. തല്ലി കൊന്നാലും ശരി എഴുതില്ല. എന്റെ കമ്മല് തരാതെ എഴുതില്ല. നീ എന്തിനാടി വാശി പിടിക്കുന്നേ? കുടുംബത്തിന്റെ അവസ്ഥ നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? എന്ത് മനസ്സിലാക്കാൻ? അമ്മയ്ക്ക് ഒന്നിനും സമയമില്ല, നിക്കാൻ നേരമില്ല. രാവിലെ തൊട്ട് പട്ടി ഓടുന്ന പോലെ ഓടും. ആർക്ക് വേണ്ടിയാ? എന്തായാലും എന്റെ ഒരു കാര്യങ്ങൾ അമ്മ മര്യാദയ്ക്ക് ചെയ്തു തരുന്നില്ല. അവസാനം കയ്യിലുള്ള സ്വർണം കൊണ്ടുപോയി. ഇനി ഈ വീട്ടിലെ കട ഒരിക്കലും തീരില്ല. ഇതെന്താ മിണ്ടാതെ പറയാതെ കയറി വന്നത്? എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല. എന്തിനാ ചേച്ചി എന്നോട് പറയുന്നേ? ഞാനെന്താ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണോ? ഈ മുഖം കണ്ട അറിഞ്ഞൂടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്? എന്റെ സങ്കടത്തിന് ഒരുപാട് കാരണമുണ്ട് സൈനബ. പക്ഷെ ഇപ്പോ അതൊന്നുമല്ല എന്റെ പ്രശ്നം. എന്റെ മോളാ, അവളെ പെരുമാറ്റവാ. ഒരു മനസാക്ഷിയും ഇല്ലാതെയാ അവൾ എന്നെ ഇപ്പൊ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഞാൻ ശ്രീദേവിക്കുട്ടിയെ മാത്രം കുറ്റം പറയില്ല. ചേച്ചി തൊട്ടതിനും പിടിച്ചതും ഒക്കെ അവളുടെ പിറകെ നടക്കുന്ന എന്തിനാ? പിള്ളേർക്ക് അല്പം സ്വാതന്ത്ര്യം കൊടുക്ക്. എന്റെ സൈനു, മുമ്പൊക്കെ ഞാൻ അവളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ദിവസം ചെല്ലുന്തോറും അവളുടെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റം വരണുണ്ട്. ഏയ്, അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നതാ. ഉള്ളിലുള്ള അവളുടെ സ്നേഹം ഭാനു ചേച്ചിയോട് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇല്ല സൈനു, അവൾക്ക് ഈ പഴയതുപോലത്തെ സ്നേഹമൊന്നും എൻ്റെ അടുത്ത് ഇല്ല. എൻ്റെ അടുത്ത് കാണിച്ചില്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ കുടുംബത്തിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? വന്നു എല്ലാം അറിയാം, എന്നാ ഒന്നും അറിയാൻ പാടില്ല എന്ന മാതിരി അവള്. ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒടിഞ്ഞ വളയില്ലേ, അതും അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 ഗ്രാമിന്റെ കമ്മലൂടെ ഞാൻ പണയം വെച്ചു. ഇപ്പൊ 2 വർഷമാവാൻ പോന്നു. പലിശ ഒന്നും അടയ്ക്കാൻ പറ്റിയില്ല സൈനു. ഇപ്പൊ അത് ലേലം ചെയ്യാൻ പോകുന്നൊരു നോട്ടീസ് വന്നു. അപ്പോഴത്തേക്ക് തുടങ്ങി അവളുടെ ബഹളം. കമ്മല് കിട്ടിയില്ലെങ്കിൽ പരീക്ഷ എഴുതൂലെന്ന്. ഞാൻ എന്ത് ചെയ്യും? ഓ, ലേലത്തിനുള്ള നോട്ടീസ് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മുതല് നഷ്ടപ്പെടില്ലേ? അത് പോവും. കയ്യില് കാശില്ലാണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ?
ആകെ കൂടെ ഉണ്ടായിരുന്ന സ്വർണ്ണ തരിയും പോയി കിട്ടി. എന്നാലും അതിന്റെ പേരിൽ അവള് പരീക്ഷ എഴുതൂല എന്ന് പറയാൻ അവളുടെ നാവ് പൊങ്ങിയല്ലോ. പഠിച്ചൊരു നല്ല നിലയിൽ എത്തണമെന്നുള്ളൊരു വിചാരമല്ലേ അവക്ക് വേണ്ടത്? ഞാൻ കഷ്ടപ്പെടുന്നത് അവക്ക് കണ്ടൂടെ? എന്നിട്ട് എല്ലാം എന്റെ കുഴപ്പമാണെന്നാണ് അവള് പറയുന്നത്. ഞാനിനി എന്ത് ചെയ്യും സൈനു? കൊച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് അതൊക്കെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടോ? അവള് കുട്ടിയല്ലേ. കമ്മല് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ ആവശ്യമത്തിൽ പറഞ്ഞായിരിക്കും. അങ്ങനെയൊന്നും അല്ല സൈനു. അവള് പഴയതുപോലെ അല്ല. ഭയങ്കര വാശിയാ അവക്ക്. ഈ കാശുള്ള വീട്ടിലെ പിള്ളേരുടെ കൂടെയാണല്ലോ പഠിക്കുന്നത്. അവരുടെ സൗകര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതൊന്നും എന്റെ വീട്ടിലില്ലല്ലോ എന്നുള്ള ചിന്താഗതിയാ അവക്കിപ്പോ. പരീക്ഷ എഴുതൂലെന്ന് കട്ടായം പറഞ്ഞിരിക്കുക അവള്. ഇനിയെങ്ങാനും എഴുതാതിരിക്കോ? എനിക്കറിയില്ല സൈനു. ഇനിയിപ്പോ കിട്ടിയാലേ എഴുതൂളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടുവരാനാ? ഫീസ് അടയ്ക്കാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൾ വല്ല സർക്കാർ സ്കൂളിലും ചേർത്താ മതിയായിരുന്നു എന്ന്. പേരും പെരുമയും നോക്കി പോയതാ തെറ്റ്. കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഇത്രയും സാഹചര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവള് പറയൂ എന്നോടിങ്ങനെ. സാരമില്ല, പോട്ടെ. എത്ര രൂപയ്ക്കാ പണയം വെച്ചിരിക്കുന്നത്? അതൊരു 10,000 രൂപയ്ക്കാ വെച്ചത്. ഇപ്പൊ പലിശയും നല്ലൊരു തുകയായി കാണും. അർച്ചനയുടെ ചികിത്സാ സഹായ ഫണ്ട് ശേഖരിക്കുന്നത് കൊണ്ട് അയൽക്കൂട്ടത്തിനോടും ചോദിക്കാൻ തോന്നില്ല. ഈ സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. ആ കൊച്ചിന്റെ ചികിത്സ ഉടനെ തുടങ്ങണം. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി. നമ്മുടെ കുടുംബശ്രീയിലെ സഹകരണ ബാങ്കിലെ ലോണിന്റെ കുടിശ്ശികയുണ്ടല്ലോ, 22,000 രൂപ. അതടയ്ക്കാൻ വേണ്ടി ഗായത്രി ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നടയ്ക്കേണ്ടതാ. നമുക്ക് ആ കാശൊന്ന് മറിച്ചാലോ? അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്കാദ്യം പണം എടുപ്പിക്കാം. പരീക്ഷ കഴിയുന്നത് വരെ കമ്മല് വീട്ടിൽ ഇരിക്കട്ടെ, ശ്രീകുട്ടിയുടെ ഒരു സമാധാനത്തിന്. അത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പണയം വെക്കാം. എനിക്കൊരു ചിട്ടിയുണ്ട്, അപ്പോഴത്തേക്ക് അതും പിടിക്കാം. ലോൺ അടയ്ക്കുമ്പോൾ തികയാതെ വരുന്ന കാശ് അതിൽ നിന്ന് എടുക്കാം. എല്ലാത്തിനും ഒരു സാവകാശവും കിട്ടും. സൈനു, അത് വേണോ? അത് നമ്മുടെ അയൽക്കൂട്ടത്തിനെ ബാധിക്കുന്ന കാര്യമല്ലേ? ഇത് ആരോടും പറയാൻ പോണ്ട. ചേച്ചി ചോദിച്ചാൽ ഞാൻ അടച്ചു എന്ന് പറഞ്ഞോളാം. ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. ഗായത്രി അറിയാതെ ഒന്നും വേണ്ട സൈനു. ചേച്ചി അവരോട് പറയണ്ട, അത് ശരിയാവത്തില്ല. ആദ്യം ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? അത് അർച്ചനയുടെ ചികിത്സാ ചെലവിനെ ബാധിക്കില്ലേ? ഇല്ല, പക്ഷേ ആരോടും പറയാതിരുന്ന അത്ര കള്ളത്തരാവില്ലേ? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ചേച്ചി. കാര്യം നടക്കട്ടെ. ആരും അറിഞ്ഞില്ലെന്ന് വെച്ച് ഇതിനൊരു കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ആ കാശ് ബാങ്കിൽ അടയ്ക്കും. കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രം. അതെങ്ങനെയാ കള്ളത്തരാവുക? പരീക്ഷ കഴിഞ്ഞാ ഉടനെ പണയം വെക്കാം. പിന്നെ പലിശ കാശ് മാത്രം അടച്ചാൽ മതിയല്ലോ. ആ സമയമാകുമ്പോ അതിനുള്ള വഴിയൊക്കെ എനിക്കുണ്ടാവും. ഭാനു ചേച്ചിയുടെ സങ്കടം മാറി കിട്ടണം. എനിക്ക് അത്രേ ഉള്ളൂ. സങ്കടങ്ങൾ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ. എന്തായാലും മോക്ക് മോഹിച്ചു വാങ്ങിച്ചു കൊടുത്ത കമ്മല് ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയെന്നൊരു കുറ്റബോധം ഉണ്ടാവരുത്. അത് മതി. മുഴുവനും പിടിച്ചു. പലിശ എത്രയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ? എന്ത് സൈനു? ചേച്ചിയെ ഞാൻ കാണുന്ന കാലം തൊട്ടേ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ശ്രീകുട്ടിയുടെ പഠിപ്പ് ഒരു വലിയ ചെലവാ, സമ്മതിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ചെലവ് ചുരുക്കിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചിട്ടി ചെയ്യുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, പണയം വെക്കുന്നുണ്ട്, കുടുംബശ്രീയിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്. കുടുംബച്ചെലവ് കൂടാതെ ചേച്ചിക്ക് എന്തോ വലിയ കടമുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ തോന്നല് ശരിയാണോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്. വേറെ ഒന്നും കരുതല്ലേ. ഞാൻ പലപ്പോഴും സൈനുവിനോടെങ്കിലും ചിലത് പറയണമെന്ന് കരുതിയിട്ടുണ്ട്. നമ്മുടെ സങ്കടങ്ങള് നമ്മളിലോട്ട് മാത്രം ഒതുങ്ങുമ്പോ അതനുഭവിക്കുന്നത് ഒന്നും മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതൊന്നും അല്ല. എന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്.
ആരോടും പറയില്ലെന്ന്. സൈനുവിനോട് അത് പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് തെറ്റിക്കലാവൂലേ? സൈനുവിനോട് അത് പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് തെറ്റിക്കലാവൂലേ? എന്റെ ഭർത്താവിനെ കുറിച്ച് സൈനു കേട്ടിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയല്ല, അങ്ങ് കുട്ടനാടാ, വിശ്വംഭരേട്ടന്റെ ലോകം. പാർട്ടിയുടെ അവിടുത്തെ വലിയ നേതാവായിരുന്നു. ഏക്കർ കണക്കിന് നിലവും കുടുംബസ്വത്തും ഒക്കെ ഉണ്ടായിരുന്ന ആളാ. എന്നിട്ടെന്തായി? ഒന്നും അനുഭവിക്കാൻ ഭാര്യയായ എനിക്കോ എന്റെ മോള് ശ്രീകുട്ടിക്കോ യോഗം ഉണ്ടായില്ല. അല്ലെങ്കിലും വലിയ പണക്കാരായി ജീവിക്കണമെന്നുള്ള സ്വപ്നം എനിക്കും വിശ്വംഭരേട്ടനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ തീരെ ഗതിയില്ലാതായി പോവെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. അതാണ് സൈനു വിധി എന്ന് പറയുന്നത്. ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്തിട്ടുള്ള ആളാ അദ്ദേഹം. മറ്റുള്ളവരുടെ ദുഃഖവും കഷ്ടപ്പാടും സ്വന്തമെന്ന് കരുതി ഏറ്റെടുത്തിട്ടുമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളതല്ല ഈ ലോകം. അതുകൊണ്ടായിരിക്കും അതിന്റെ ബാക്കി പത്രം ഞാൻ അനുഭവിക്കുന്നത്. ആരോടെങ്കിലും ഇതൊക്കെ പറയേണ്ടി വന്നാ ഞാനത് പറയുന്നത് സൈനബയോടായിരിക്കും. പോരെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. സജിത്തോ? പേടിച്ചു പോയോ? മിണ്ടാതെ വന്നിരുന്ന പിന്നെ ആരായാലും പേടിക്കില്ലേ? എന്താ സജിത്തെ? ഏയ്, ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോ ഒരു മധുരമില്ലാത്ത കട്ടൻ ചായ കിട്ടുമോ? അല്ലേലും ഇവിടെ പഞ്ചസാര തീർന്നിരിക്കുവായിരുന്നു. സജിത്തിന് ഷുഗറിന്റെ അസുഖമുണ്ടോ? ഏയ്, വിത്തൗട്ടല്ലേ നല്ലത്, അതാ. അല്ലേലും പഞ്ചാര ഇച്ചിരി കുറയ്ക്കണം, നല്ലതാ. സജിത്ത് ഇവിടെ ഇരുന്നോ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അല്ല, ഞാനും വെറുതെ വരാം. ആ വേണ്ട 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 വേണ്ട, ഇവിടെ ഇരുന്നാ മതി, ഞാൻ എടുത്തിട്ട് വരാവേ. ആ സജിത്തോ, എന്തൊക്കെയുണ്ട്? ഓ, ഞാൻ വെറുതെ. ചായ. ഈ ചായ ചേച്ചിക്ക് ഇരിക്കട്ടെ, ഞാനെന്നാ പിന്നെ വരാം. അർച്ചനയ്ക്ക് കുറവുണ്ടല്ലോ അല്ലേ? വേദന കാണും, പക്ഷേ ചേച്ചി അത് പുറത്ത് കാണിക്കാറില്ല. നീ വിഷമിക്കുമെന്ന് അവക്കറിയാം. അവക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. നീ വിഷമിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കെപ്പോഴും ധൈര്യം വേണം. കാശിന്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാത്തിനും കൂടെയുണ്ട്. ഞാനത് പോയി അവളെ കാണട്ടെ. ചേച്ചി. അർച്ചനെ, ഞാൻ ഈ കുടുംബശ്രീയുടെ മീറ്റിംഗിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കുടുംബശ്രീയുടെ പുതിയ പദ്ധതിയെ കുറിച്ച് ഞാനും കേട്ടു. നല്ല കാര്യം ചേച്ചി. അഞ്ചു പറഞ്ഞല്ലേ? എന്തായാലും ഇവിടെ കുറച്ച് സ്ഥലം വെറുതെ കിടക്കല്ലേ, ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം ഇവിടെയും തുടങ്ങാം. ആ,
അത് കൊള്ളാം. ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ചെറിയ പച്ചക്കറിത്തോട്ടവും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോ നിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. വിഷമോ? അതിനെനിക്ക് വിഷമമൊന്നുമില്ലല്ലോ ചേച്ചി. അയ്യോ അതല്ല, എപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് മേലൊക്കെ നനങ്ങിയാലേ അസുഖമൊന്നും വരത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. നിനക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി. മോളെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല ആന്റി. വാശി കളഞ്ഞിട്ട് പഠിക്കാൻ നോക്ക് മോളെ. എനിക്ക് വാശിയൊന്നുമില്ല, വല്ലാത്തൊരു വിഷമ. അമ്മയുടെ കഴിവുകേടുണ്ടാ എല്ലാം നഷ്ടാവുന്നത്. നീ നിന്റെ അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയല്ല മോളെ. പാവം, പണയം വെച്ച് തിരിച്ചെടുക്കണോന്നൊക്കെ പറയുന്ന കേട്ടു. അതിനുവേണ്ടി പോയിരിക്ക. ആ പറച്ചില് മാത്രമേ കാണൂ. നടക്കാത്ത കാര്യങ്ങൾ പറയുന്നതിൽ അമ്മ മിടിക്കുക. ആന്റി നോക്കിക്കോ, അമ്മ ഇപ്പൊ കുടുംബശ്രീയുടെ അടുക്കളയില് കായ വറുത്തോണ്ടിരിക്കായിരിക്കും. ആ പറഞ്ഞ നാവെടുത്തില്ല, അപ്പോഴേക്കും എത്തിയല്ലോ. അല്ല, എന്തായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞത്? ഇവളെന്തെങ്കിലും കുറ്റം പറഞ്ഞായിരിക്കുമല്ലോ. ഏയ്, അതൊന്നും അല്ല. ഇനി കമ്മല് കിട്ടിയില്ല എന്ന് വിചാരിച്ച് പരീക്ഷ എഴുതാതിരിക്കണ്ട. ദേ, നിന്റെ സ്വർണ്ണ കമ്മല്. ഇതെങ്ങനെ ഒപ്പിച്ചു? ഇതിനുള്ള കാശ് എവിടുന്ന് കിട്ടി? അതൊക്കെ ഒപ്പിച്ച് ചേച്ചി. ഇവളെ വാശി ചെയ്യിക്കട്ടെ. ഇനി കമ്മലിട്ട് പരീക്ഷ എഴുതിയാലേ ഇവൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാനാ? എന്താ വിശ്വാസം വരുന്നില്ലേ? കയ്യില് കാശും വെച്ചോണ്ടാ ഇതെടുക്കില്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ? ഞാൻ വാശി പിടിച്ച് നന്നായില്ലേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലേ എന്റെ വായിലിരിക്കുന്നത് കൂടി നീ കേൾക്കും. ദൈവം സഹായിച്ച് കുറച്ച് കാശ് മറിക്കാൻ പറ്റി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയതാ. ആരാ നിന്നെ കാശ് തന്ന് സഹായിച്ചത്? അതൊക്കെ ഉണ്ട് ചേച്ചി, വഴിയെ പറയാം. ആഹാ, കമ്മലിട്ടപ്പോ എന്റെ മോക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പൊ കമ്മലില്ലെങ്കിലോ? ഭംഗിയില്ലേ? പിന്നെ അപ്പോഴും ഭംഗിയുണ്ട്. കമ്മലിട്ടപ്പോ കൂടുതൽ സുന്ദരിയായി. പിന്നെ സൗന്ദര്യം ഉണ്ടായ മാർക്ക് കിട്ടത്തില്ല, പഠിക്കണം. കണ്ണാടിയുടെ മുമ്പേ നിൽക്കാതെ പോയി പഠിക്കാൻ നോക്ക്. പോകാറായോ ചേച്ചി? അയ്യോ, ഒരു 5 മിനിറ്റ് സൈനു. ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കി വെച്ചിട്ട് വരാം. പണി എടുത്തിട്ട് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആണോ? ആ, ഇന്നത്തെ മീറ്റിങ്ങിന് ഞാൻ വരണോ മക്കളെ? ആ, ഈ വരുന്ന ഓണക്കാലത്തെ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വീട്ടിലും ഒരു മുറം വിഷരഹിത പച്ചക്കറി എത്തിക്കാനുള്ള പരിപാടിയാ. ദാണ്ടേ, തലച്ചോറ് ഭാനു ചേച്ചിയുടെ വകയാ. അപ്പൊ പിന്നെ മറിയാമ്മ ചേട്ടത്തി വരാതിരുന്ന എങ്ങനെയാ? ഇപ്പൊ എനിക്കൊരു വീടില്ലല്ലോ സൈനു. ഭാനുവിന് കിട്ടുന്ന ഒരു മുറം പച്ചക്കറി തന്നെ ധാരാളമാ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, നമ്മുടെ വീടുകളിലേക്ക് മാത്രമല്ല എല്ലാ വീടുകളിലും എത്തിക്കണം. ഇതൊരു പൊതുപരിപാടിയല്ലേ? ഓ, ഞാനില്ല. വന്ന് വന്ന് ചേച്ചി ഒരു മടിച്ചിയായിട്ടുണ്ട്. മടിയല്ല മോളെ, എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ വല്ലാത്ത ആയാസമാ. അതുപോലെ തല്ലി ചതച്ച് നശിപ്പിച്ച് വെച്ചിരിക്കല്ലേ എന്റെ ശരീരം. കേട്ടോ സൈനു, നമ്മുടെ ചേറ്റുമുക്കിലെ ഒരു വൈദ്യരുണ്ട്. നല്ല ഉഴിച്ചിലും പിഴിച്ചിലും ആണെന്നാ കേൾക്കുന്നത്.
കാശ് സമയം ഒത്തു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മറിയാമ്മ ചേട്ടത്തെ അവിടെ കൊണ്ടുവന്ന് കാണിക്കണം. ആ ഇനിയേ മറിയാമ്മ ചേച്ചിയുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ തീരുമാനിച്ചോളാം. ഇനി എന്റെ ശരീരം നന്നാക്കി എടുത്തിട്ട് എന്ത് കിട്ടാനാ? മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോണം. ചേച്ചിയുടെ ജീവിതം അങ്ങനെ കൈവിട്ട് കളയാനുള്ളതൊന്നുമല്ല. എന്റെ മകനിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കിട്ടാത്ത കരുതലാ നിങ്ങൾ എനിക്ക് തരുന്നത്. ക്ഷമിക്കണം കേട്ടോ, അല്പം താമസിച്ചു. ജോലി തീരുന്നില്ലെന്നേ. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് മറ്റാരും വന്നിട്ടില്ല. എല്ലാരും ഓരോരോ തിരക്കില്ല. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് തുടങ്ങാം. അടുത്ത ഓണക്കാലത്ത് വിഷരഹിതമായ പച്ചക്കറി ഓരോ വീട്ടിലും എത്തിക്കാനുള്ള പരിപാടിയെക്കുറിച്ച് നമ്മുടെ അയൽക്കൂട്ടം ചർച്ച ചെയ്തിരുന്നു. ഭാനുമതി ചേച്ചിയാണ് ഈ നിർദ്ദേശം വെച്ചതും നമ്മൾ അംഗീകരിച്ചതും. നമ്മുടെ പദ്ധതി പഞ്ചായത്ത് കമ്മിറ്റി അറിഞ്ഞതോടെ അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാക്കാൻ അവര് തീരുമാനിച്ചു. നമ്മള് കൃത്യമായി ലോൺ അടിക്കുന്നതുകൊണ്ട് ബാങ്ക് നമ്മുടെ ഏത് പദ്ധതിക്കും ക്യാഷ് തരും. സഹകരണ ബാങ്കിലുണ്ടായിരുന്ന നമ്മുടെ ലോണ് കഴിഞ്ഞ ദിവസം 26,000 രൂപ അടച്ച് നമ്മൾ തീർത്തതല്ലായിരുന്നോ? സൈനബയാണത് അടച്ചത്. പിന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തണം. ഒപ്പം ഓരോ വീട്ടിലും ഒരു ചെറിയ അടുക്കള തോട്ടത്തിനുള്ള സാഹചര്യവും നമ്മൾ ഉറപ്പുവരുത്തണം. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ അയൽക്കൂട്ടമായിരിക്കണം. അതെ, നിർദ്ദേശം വെച്ച് നമ്മൾ തന്നെ മാതൃകയാവണം. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. ഓരോ വീട്ടിലും ചെറിയ തോതിലെങ്കിലും പച്ചക്കറി കൃഷി നടത്താൻ പറ്റിയാലേ അത് വലിയ മാറ്റത്തിന് കാരണമാവും. നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാം. പണം മാത്രം ലക്ഷ്യമിട്ട് പച്ചക്കറിയിൽ വിഷം ചേർക്കുന്നവരെ നമുക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കുകയും ചെയ്യാം. ഈ ഓണത്തിന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആരും പുറത്തു നിന്ന് പച്ചക്കറി വാങ്ങില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഓരോ വീടിന് ആവശ്യമുള്ളതും നമ്മുടെ പഞ്ചായത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കും.